ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇതിൽ എഴുതിയിരിക്കുന്ന ആഴമേറിയ സത്യം നാം മനസ്സിലാക്കുകയും അത് നിമിത്തം കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ നമുക്കിടയായിത്തീരും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ആദ്യത്തെ 18 വാക്യങ്ങളാണ് ഈ സുവിശേഷത്തിന്റെ മുഖപുര. 19 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങളിൽ വചനം ജഡമായി അവതരിച്ച യേശുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യങ്ങളാണ്. 35 മുതൽ 35-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്. പിറ്റേന്നാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്യം തുടങ്ങുന്നത്. പിറ്റേന്നാൾ എന്ന് പറഞ്ഞാൽ ദ നെക്സ്റ്റ് ഡേ. ഈ അധ്യായത്തിൽ പല ആവർത്തി പിറ്റേന്നാൾ എന്ന് കാണുന്നുണ്ട്. 1-ാം അധ്യായം 19-ാം വാക്യം, 1-29, 1-35, 1-43, പിന്നെ 2-ാം അധ്യായം 1-ാം വാക്യം 3-ാം നാൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരാഴ്ചത്തെ കാര്യങ്ങളാണ് നാം കാണുന്നത്. 1-ാം അധ്യായം അതിന്റെ 35, 36, 37 വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശുവിനെ അനുഗമിച്ചു. ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ വലിയ മഹത്വത്തെയാണ് നാം കാണുന്നത്. യേശുവിനെ ആദ്യമായി അനുഗമിച്ചത് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരാണ് എന്ന കാര്യം നാം മറക്കരുത്. അതായത് തന്റെ ശിഷ്യന്മാരെ യേശുവിലേക്ക് നയിക്കുന്ന ഒരു സ്നാപകനെയാണ് നാം കാണുന്നത്. യോഹന്നാന് വേണമെങ്കിൽ തന്റെ ശിഷ്യന്മാരെ തന്റെ കൂടെ ചേർത്ത് നിർത്താമായിരുന്നു. സ്വന്തമായ ഒരു പേരുണ്ടാക്കുവാനും അനുയായികളെ സൃഷ്ടിക്കുവാനും തന്ത്രപ്പെടുന്നവർക്ക് യോഹന്നാൻ സ്നാപകൻ ഒരു മാതൃകയാണ്. ഒരു ഇംഗ്ലീഷ് വേർഷനിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദേ ടേൺ ഫ്രം ജോൺ ആൻഡ് വാക്ക്ഡ് ആഫ്റ്റർ ജീസസ് എന്നാണ്. അർത്ഥാൽ അവർ യോഹന്നാൻ സ്നാപകനെ വിട്ട് യേശുവിന്റെ ശിഷ്യനാകുവാനുള്ള ആഗ്രഹത്തോടെ യേശുവിന്റെ പിന്നാലെ പോയി എന്നാണ്. അതിൽ ഒരാൾ അന്ത്രയോസ് ആണ് എന്ന് 1-ാം അധ്യായം 40-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. മറ്റേയാൾ എഴുത്തുകാരനായ യോഹന്നാൻ ആണെന്ന് നമുക്കറിയാം. ആദ്യത്തെ ഗുരുശിഷ്യ സമാഗമനം വളരെ സാവധാനമാണ് നടന്നത്. യേശുവിന്റെ പിന്നാലെ നടന്ന അവരെ ഞെട്ടിച്ചുകൊണ്ട് യേശു തിരിഞ്ഞ് ചോദ്യം ചോദിക്കുന്നു. യേശുവിനെ അന്വേഷിക്കുന്ന ശിഷ്യന്മാരോട് യേശുവിന്റെ ആദ്യത്തെ ചോദ്യം, വാട്ട് ഡു യു വാണ്ട് ഓർ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശുവിന്റെ വായിൽ നിന്നും ലോകം കേട്ട ആദ്യത്തെ വാക്കുകൾ നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്നതാണ്. കാലാതീതമായി സകല മനുഷ്യരോടും ഇതിനപ്പുറത്ത് ചോദിക്കാൻ ഒരു ചോദ്യമില്ല. ആധുനിക ലോകത്ത് മനുഷ്യൻ എന്തൊക്കെയോ കണ്ടെത്തുവാനുള്ള ഒരു പരക്കം പാച്ചിലാണ്. അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് അവർ ഒരു മറു ചോദ്യം ചോദിക്കുന്നു: ഗുരു, നീ എവിടെ പാർക്കുന്നു? യേശു അവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു: വന്നു കാൺമീൻ. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യത്തെ ആഴ്ചയിലെ വിവരണങ്ങൾ ആണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ആ ആദ്യത്തെ ആഴ്ചയിലെ ചില ക്രിയാപദങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. സീയിങ്, ഫൈൻഡിങ്, നോയിങ് എന്നിവയാണ്. സീ അല്ലെങ്കിൽ നോക്കുക എന്നത് 16 പ്രാവശ്യവും, ഫൈൻഡ് അല്ലെങ്കിൽ കാണുക 5 പ്രാവശ്യവും, നോ അല്ലെങ്കിൽ അറിയുക 3 പ്രാവശ്യവും ഈ ചുരുങ്ങിയ ആഴ്ചയിൽ നാം കാണാവുന്നതാണ്. ഒരു മനുഷ്യന്റെ ജീവിതാന്വേഷണവും ദൈവാന്വേഷണവും ഈ പദങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. വന്ന് കാൺമീൻ എന്ന മറുപടിയിലൂടെ വഴിയിൽ വെച്ച് സംശയം ഉന്നയിച്ച് മുന്നോട്ട് പോയാൽ പോരാ, അനുഭവിച്ചറിയണം എന്നവരെ ബോധ്യപ്പെടുത്തുകയാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്നാണല്ലോ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വഴിയരികിൽ മരത്തിലിരുന്ന് യേശുവിനെ കാണാൻ ശ്രമിച്ച സക്കായെ വിളിച്ചിറക്കി അവന്റെ വീട്ടിൽ പോയി പാർത്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു, അവനോടുകൂടെ പാർത്തു. അപ്പോൾ 10-ാം മണി നേരമായി എന്ന് എഴുത്തുകാരനായ യോഹന്നാൻ പറഞ്ഞു.
4-ാം ദിവസത്തെ വിവരണങ്ങളാണ് 41, 42, 40, 41, 42 വാക്യങ്ങളിൽ നാം കാണുന്നത്. യോഹന്നാൻ പറഞ്ഞത് കേട്ടിട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. യേശുവിനോടൊപ്പം പാർത്ത അന്ത്രയോസും യോഹന്നാനും മടങ്ങി പോവുകയാണ്. അന്ത്രയോസ് ആദ്യം തന്റെ സഹോദരനായ ശീമോനെ കണ്ടിട്ട് അവനോട് പറഞ്ഞു, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. യേശു മശിഹായാണെന്ന് ആദ്യം കണ്ട അന്ത്രയോസ് അവൻ ആദ്യം കണ്ട ശീമോനോട് സാക്ഷീകരിക്കുന്നു, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഈ സംഭവത്തിലൂടെ സാക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമായി വെളിവാക്കുന്നു. എന്ന് വെച്ചാൽ രക്ഷകനെ കണ്ടെത്തിയാൽ അവർ കാണുന്നവരെ രക്ഷകനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് സാക്ഷ്യം. ഇതാണ് അന്ത്രയോസ് ചെയ്തത്. സാക്ഷ്യത്തിന്റെ അടുത്ത പടിയാണ് അതിന്റെ 42-ാം വാക്യത്തിൽ കാണുന്നത്. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുകയും ബലപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് അന്ത്രയോസ്. കാരണം യേശുവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പ് തന്നെ തന്റെ യേശുവിന്റെ ശിഷ്യനായി തീർന്ന വ്യക്തിയാണ് അന്ത്രയോസ്. ആ അന്ത്രയോസ് പിന്നീട് മുൻനിരയിൽ ഒന്നും കാണുന്നില്ല. എന്തുകൊണ്ടും മുൻനിരയിൽ തന്നെ നിൽക്കാൻ അർഹതയുള്ളവനാണ് അന്ത്രയോസ്. എന്നാൽ ആ അന്ത്രയോസ് പുറകിലേക്ക് മാറി നിന്നുകൊണ്ട് തന്നെ വിനയപ്പെടുത്തുകയും അവസരം ലഭിച്ചപ്പോഴൊക്കെ മറ്റുള്ളവരെ കർത്താവിന്റെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ശുശ്രൂഷ ചെയ്തു എന്നതും നാം കാണുന്നുണ്ട്. എങ്ങനെയും മുൻനിരയിൽ എത്തിപ്പെടാനുള്ള തന്ത്രപ്പാട് നടത്തുന്ന മനുഷ്യരുടെ മുമ്പിൽ അന്ത്രയോസ് ഒരു പരാജയമായിരിക്കാം. എന്നാൽ തിരശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സ്റ്റേജിലേക്ക് വിടുവാനുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുന്നിലേക്ക് വിടുവാനുള്ള അന്ത്രയോസിന്റെ എളിമ എത്ര വലുതാണ്. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ എളിമയോടും വിശ്വസ്തയോടും പിറുപിറുപ്പോടും കൂടാതെ 2-ാം സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ പിറവിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാം. അതിനായി ഈ വചനങ്ങൾ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.